എന്റേത് മാത്രം. രചന ആമിന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. കാർ വന്നിന്നും എല്ലാവരോടേക്ക് നോക്കി. തറയിൽ വീണ കാർത്തികിന്റെ കഴുത്തിലേക്ക് ഒന്നുകൂടി കാലമർത്തി അയാൾ ദേഷ്യത്തിൽ അലറി. കാർത്തിക് ദേഷ്യത്തിൽ അയാളെ നോക്കി. കഴുത്തിലെ കാറ് ഞൊടിയിടയിൽ പിടിച്ചു മാറ്റി ചാടി എഴുന്നേറ്റു. അത് കണ്ടതും അയാൾ അവന്റെ വയറ്റിൽ ചവിട്ടാൻ ആഞ്ഞതും അതിനു മുന്നേ കാർത്തിക് അയാളുടെ ദേഹത്തേക്ക് ആഞ്ഞി ചവിട്ടി. എന്റെ വീട്ടിൽ വന്ന് എന്നെ അടിക്കാൻ ധൈര്യം കാണിക്കുന്ന നിന്റെ മുഖം അതെനിക്കൊന്ന് കാണണം. അങ്ങനെ എന്നെ അടിച്ചു വീഴ്ത്തി പോവാന്ന് കരുതിയോടാ. കാർത്തിക് അതും പറയാതെ മുഖത്ത് മൂടി മാറ്റാൻ ശ്രമിച്ചു. അപ്പോഴേക്കും കാറിൽ നിന്ന് ആനന്ദും ആദ്യം കൂടി ഇറങ്ങി വന്നു. ആനന്ദിനെ കണ്ടു ലച്ചു ഞെട്ടിലൂടെ അവനെ നോക്കി. അമ്മയുടെ മുഖത്ത് ഒരു സമാധാനം എഴുതിക്കുന്നുണ്ടായിരുന്നു. മോളെ ആനന്ദ്, അമ്മ അവളെ കുലുക്കി വിളിച്ചുകൊണ്ട് പറഞ്ഞു. ലച്ചു അതേ നിൽപ്പായിരുന്നു. അവളെ നോക്കുകൂടി ചെയ്യാതെ അവൻ കാർത്തികിന്റെ അടുത്തേക്ക് പാഞ്ഞ് അവനെ ചവിട്ടി താഴേക്ക് ഇട്ടു. അവനെ എഴുന്നേൽക്കാൻ ശ്രമിച്ചതും ആദ്യം അവനെ നെഞ്ചു നോക്കി ആഞ്ഞി ചവിട്ടി. കാർത്തിക് വേദന കൊണ്ട് ഉറക്കെ വിളിച്ചു. വേണ്ടാന്ന് വെച്ച് നിന്നെ വെറുതെ വിട്ടപ്പോ വീട്ടിൽ കയറി കളിക്കുന്നോടാ. ആനന്ദ് ദേഷ്യം കൊണ്ട് കാർത്തികിന് ഒരു ദയമില്ലാതെ ചവിട്ടാൻ തുടങ്ങി. ആദിയുടെ ചവിട്ടിന്റെ ഫലം കാരണം ഒന്ന് എഴുന്നേൽക്കാൻ പോലും ആവാതെ കാർത്തിക് അവിടെ കിടന്നു. ആദ്യം ആനന്ദും അയാളും കൂടി അവനെ തള്ളി ചതച്ചു. നീയൊക്കെ ആരാടാ എന്റെ മോനടിക്കാൻ? ഗുണ്ടായിസാണ്, ഞാൻ പോലീസിനെ വിളിക്കേ. ശങ്കർ അവിടേക്ക് ദേഷ്യത്തിൽ വന്ന് പറഞ്ഞു. അത് കേട്ടതും ആനന്ദ് അയാളെ പുച്ഛത്തോടെ നോക്കി. എന്റെ കൊച്ചിനെ എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ, നീയൊന്നും നേരെ ചൊവ്വ ഇവിടുന്ന് പോയില്ല. അത്രക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പോലീസിനെ വിളിക്കുക, ഞങ്ങളൊന്ന് കാണട്ടെ. ആനന്ദ് പറഞ്ഞു. ശങ്കറും ഗൗരിയും ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. നിങ്ങൾ വിളിക്കില്ല, കാരണം മോന്റെ സ്വഭാവമയ്ക്ക് കൂട്ടിൽക്കുന്ന നിങ്ങളാണല്ലോ. നിങ്ങൾ വിളിക്കണ്ട, പോലീസ് ഉടനെ ഇവിടെ എത്തിക്കോളും. ഞങ്ങൾ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചിട്ടുണ്ട്. ആനന്ദ് പറഞ്ഞ അയാൾ ഒരു ഞെട്ടിലോടെ തറയിൽ കിടക്കുന്ന കാർത്തികിനെ നോക്കി. ഡാ, എന്നെ എന്തും ചെയ്തടാൻ നീ ഒന്നും കരുതണ്ട. നിനക്ക് ഒന്നിനാവില്ല. എനിക്ക് എന്തെങ്കിലും പറ്റിയാ പിന്നെ ഒന്നിനെയും നീയൊക്കെ ജീവനോടെ കാണില്ല. കാർത്തിക് പറഞ്ഞതും ആനന്ദ് അത് കേട്ട് അവന്റെ അടുത്തേക്ക് വന്നു. നിനക്ക് തെറ്റുപറ്റിപ്പോയി. ആനന്ദ് അതും പറഞ്ഞ് ആദിയെ നോക്കിയതും ആദി കാറിന്റെ അടുത്തേക്ക് ചെന്ന് ഡോറ് തുറന്നു. കാറിൽ നിന്നിറങ്ങുന്ന ലച്ചുവിന്റെ അച്ഛനെ കണ്ടതും കാർത്തിക് അന്തം വിട്ടു. അച്ഛനെ കണ്ടതും ലച്ചു അമ്മയെ എല്ലാം മറന്ന് ഓടിച്ചെന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. അച്ഛാ! ലച്ചു നിലവിളിയോടെ ഗിരിയെ കെട്ടിപ്പിടിച്ചു. അവളുടെ മുഖത്ത് മുറിഞ്ഞ പാടുണ്ട് അദ്ദേഹത്തിനെ നെഞ്ചു പിടിച്ചു. എന്താ മോളെ ഇതൊക്കെ? നിനക്ക് എങ്ങനെ തോന്നി ഇതിനൊക്കെ സമ്മതിക്കാൻ? ഇതൊക്കെ ഞങ്ങൾക്ക് സഹിക്കാനാവുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? ഗിരി വേദനയോട് അവളോട് ചോദിച്ചു. ഒന്നും പറയാനാവാതെ അവൾ ഗിരിയെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. അത് കണ്ടും ഗിരി രാധികയെ നോക്കി. രാധിക നിറകണ്ണുകളോടെ അദ്ദേഹത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയായിരുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ, പേടിച്ചു പോയി ഞങ്ങള്. നമ്മുടെ മോളെ അവൻ. രാധിക പറഞ്ഞു പൂർത്തിയാക്കാനാവാതെ അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഗിരി അത് കേട്ട് ദേഷ്യത്തിൽ കാർത്തികിനെ നോക്കി. അത് കണ്ടതും ആനന്ദ് അദ്ദേഹത്തെ നോക്കി കണ്ണടച്ച് കാണിച്ചു. നീ ജീവനോടെ കാണില്ലെന്ന് പറഞ്ഞ ആദ്യത്തെ ആളിതല്ലേ? നീ പിടിച്ചെട്ടിക്കൊണ്ടുപോയ ബാക്കി 3 പേരും ഇപ്പൊ സുരക്ഷിതമായി തന്നെയുണ്ട്. ഞങ്ങൾ ജീവനോടെയുള്ളപ്പോ അവരെ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും നീ ചിന്തിച്ചുവെങ്കിൽ അത് നിന്റെ മണ്ടത്തരം. നിന്നെ പൂട്ടാൻ അവരുടെ മൊഴി മാത്രം മതി. പിന്നെ നീ ചെയ്തു കൂട്ടിയ വൃത്തികേടും പണം കൊണ്ട് നിന്റെ അച്ഛനെ ഇറക്കാനാവാത്ത വിധം ഞങ്ങൾ പൂട്ടും നിന്നെ കാർത്തികേ. ആനന്ദ് വെല്ലുവിളിയോടെ പറഞ്ഞു. കാർത്തിക അത് കേട്ട് പുച്ഛിച്ചു. അത് കേട്ട ശങ്കരവന്റെ അടുത്തേക്ക് വന്നു. ഏയ്, പോലീസും കേസൊന്നും വേണ്ട, ഇതൊരു കേസാക്കരുത്. നിനക്ക് എത്ര വേണമെങ്കിലും ഞാൻ തരാം, പ്ലീസ്. അയാൾ അവനോട് പറഞ്ഞു. അത് കേട്ട് ആനന്ദി ചിരിച്ചു. ഇവൻ ഒരാൾ കാരണം ഒരുപാട് പേര് അനുഭവിച്ച വേദന മാറ്റാൻ നിങ്ങളുടെ പണത്തിനാവും. ഞങ്ങളുടെ സഹോദരിമാരെ പിടിച്ചുകൊണ്ടുപോകാൻ ഇവരൊക്കെ ഇത്രയും വേദനിപ്പിക്കാനൊക്കെ ഇവൻ തുനിഞ്ഞപ്പോ നിങ്ങൾക്കൊരു കുറ്റബോധം തോന്നിയില്ല. അതുകൊണ്ട് ഇവനോടൊരു ദയയും ഞങ്ങൾക്ക് ഉണ്ടാവില്ല. നിന്റെ ദയ ആർക്ക് വേണ്ടോ? നിനക്കൊന്നും ഒന്നും ചെയ്യാനാവില്ല. ഈ കാർത്തിക് വിചാരിച്ച നിനക്ക് ഭൂമിയിൽ തന്നെ ഇല്ലാതാക്കാനാവും. അതിന് നീ ഇനി പുറലോകം കണ്ടിട്ട് വേണ്ടടാ കാർത്തികേ. ആദ്യം അവൻ നോക്കി പരിഹാസത്തിൽ പറഞ്ഞു. പോയാലും കാർത്തിക് ഇതുപോലെ തന്നെ തിരിച്ചു വരും. അത് നിന്നൊക്കെ തീർക്കാനാവും. പക്ഷെ അവളെ ഞാൻ വെറുതെ വിടില്ല. എനിക്ക് വേണം അവളെ. നീ കുറെ കൊണ്ടുനടന്ന് സുഖിച്ചതല്ലേ, അവളുടെ സുഖം ഞാനും കൂടി ഒന്ന് അറിയട്ടടാ. കിട്ടിയത് പോരാ വീണ്ടും അവൻ ലച്ചുവിനെ നോക്കി വഷളമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ആനന്ദ് അത് കേട്ട് അവന്റെ അടുത്തേക്ക് വന്നു. തറയിൽ കിടന്നവനെ കോടലിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവന്റെ മൂക്ക് നോക്കി ഇടിച്ചു. കാർത്തിക് വേദന കൊണ്ട് പുളഞ്ഞു. നിനക്ക് തോന്നുമ്പോ കളയാനും തോന്നുമ്പോ സുഖിക്കാനും ഇനി ഒരു പെണ്ണിനെയും കിട്ടില്ല. ഇവൾ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണാ. ഇനി ഇവിടെ പരിസരത്ത് വരാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. അതിന് നിന്റെ സമ്മതം ആർക്ക് വേണ്ട. ഇവളെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇവളെ സ്വന്താക്കാൻ എനിക്കറിയാം. അതിന് നിന്നെ പോലെ ഒരുത്തനെയും സമ്മതം വേണ്ട എനിക്ക്. മൂക്കിലെ ചോര വാശിയിൽ തുടച്ചു മാറ്റിക്കൊണ്ട് കാർത്തിക് പറഞ്ഞു. അതിന് അവൾ കൂടി സമ്മതിക്കേണ്ടടാ കാർത്തികേ. നിന്റെ മുന്നിൽ കഴുത്ത് കിട്ടാൻ അവൾ സമ്മതിച്ച അവളുടെ അച്ഛന് വേണ്ടിയാ. അതേപ്പോ ജീവനോട് അവളുടെ കൂടെയുണ്ട്. ഇനി അവളെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ആനന്ദ് ചോദിച്ചു. കാർത്തിക് ലച്ചുവിനെ നോക്കി. അവൾ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയായിരുന്നു അപ്പോഴും. അതുകൊണ്ട് കാർത്തിക് ഒന്ന് ചിരിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കി. ആനന്ദിനെ ശക്തിയിൽ പിടിച്ച് തള്ളിക്കൊണ്ട് തറയിൽ കിടന്ന താലിയുമെടുത്ത് അവൻ ലച്ചുവിന്റെ നേർക്ക് പാഞ്ഞു. അതുകൊണ്ട് രാധിക കയ്യിൽ ഒളിപ്പിച്ച കത്തിയെടുത്ത് അവന്റെ നേർക്ക് ആഞ്ഞതും കാർത്തിക് അവരുടെ കയ്യിൽ പിടിച്ച് തിരിച്ചു. വേദന കൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് കത്തി താഴേക്ക് ഊർന്നു വീണു. ദേഷ്യത്തിൽ അവരെ പിടിച്ച് തള്ളിക്കൊണ്ട് അവൻ ലച്ചുവിന്റെ കയ്യിൽ കയറി പിടിച്ചതും
അവളൊരു ഞെട്ടലോടെ കാർത്തികിനെ നോക്കി. ഗിരി അത് കണ്ട് കാർത്തികിന്റെ കവിളിൽ ആഞ്ഞടിച്ചു. തൊട്ടുപോയതെന്റെ കുഞ്ഞിനെ, നിന്നെ പോലെ ഒരു ആഭാസന് കൊടുക്കാനല്ല ഞാനിവളെ വളർത്തിയത്. നീ കാണിച്ചവനൊക്കെ നിനക്ക് ഒന്ന് കുഴിച്ചു മൂടാ വേണ്ടത്. പക്ഷെ ഹൃദയം കൊണ്ടാ ഞങ്ങൾ നിന്നെ സ്നേഹിച്ച് സ്വന്തം മോനായിട്ടാ കണ്ടത്. അതുകൊണ്ട് കൊല്ലാൻ എന്റെ മനസാക്ഷി സമ്മതിക്കില്ലടാ. അതുകൊണ്ടാ നീ ഇന്നിങ്ങനെ നിവർ നിൽക്കുന്ന എന്റെ മുമ്പില്. നിങ്ങൾ കൂടുതൽ അച്ഛൻ ചമ്മയൊന്നും വേണ്ട, സത്യം ഞങ്ങൾക്കെല്ലാം അറിയാം. അതുകൊണ്ട് കൂടുതൽ അഹങ്കരിക്കാൻ നിൽക്കണ്ട, കാർത്തിക് പറഞ്ഞു. ആനന്ദ് അവന്റെ അടുത്തേക്ക് പാഞ്ഞു. ആദ്യം കൂടെ ഉണ്ടായിരുന്ന ആളും കൂടി കാർത്തികിനെ ബലമായി പിടിച്ചു അവനവിടെ കയ്യിൽ കിടന്ന് കുതിറി. വാടിയുടെ ഇവനെ കെട്ടി സുഖമായിട്ട് ജീവിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. കാർത്തിക് ദേഷ്യത്തിൽ അവിടെ നേർക്ക് ചീറിപ്പാഞ്ഞുകൊണ്ട് പറഞ്ഞു. ആനന്ദ് അവന്റെ കരണം നോക്കി മാറി മാറി അടിച്ചു. ഇവളെ ഇനി ഒരു വട്ടം കൂടി നീ തൊട്ടാ നിന്റെ കൈ ഞാൻ അറുത്തെടുക്കും. നീ കാരണം ഇവൾ അനുഭവിക്കേണ്ടി വന്ന വേദന എത്രമാത്രമാണെന്ന് എനിക്കറിയാം. അതിന്റെ ഇരട്ടിനി നീ അനുഭവിക്കും. അത് ഞാൻ ഇവൾക്ക് ഒരിക്കൽ കൊടുത്ത വാക്കാ. അത് പാലിച്ചില്ലെങ്കിൽ ഞാൻ ആണാണെന്ന് പറഞ്ഞു നടന്നിട്ട് എന്താടാ കാര്യം? ആനന്ദ് പറഞ്ഞു. ലച്ചു ആനന്ദിനെ നോക്കി. അവന്റെ ഒരു നോട്ടം പോലും അവൾക്ക് നേരെ വരുന്നില്ലെന്ന് അവളെ വേദനിപ്പിച്ചു. എന്റെ ആഗ്രഹം തീരാതെ ഇവളെ രക്ഷിക്കാൻ നിനക്കാവില്ല. ഇവളെ നിനക്ക് ഒരിക്കലും കിട്ടുകയില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. പലവട്ടം എന്റെ കയ്യിൽ നിന്നും വഴുതി പോയവളാ ഇവള്. ഇന്നലെ ഞാൻ ഇവളും തമ്മിൽ നടന്നൊക്കെ നീ അറിഞ്ഞ നിനക്ക് പോലും വേണ്ടതാവും ഇവളെ. എന്റെ എച്ചിലാടാ ഇവള്. ആസ്വദിച്ച് വരുമ്പോഴേക്കും എല്ലാം നശിപ്പിക്കാനായിട്ട് എല്ലാം കൂടി കേറി വന്നു. ഇല്ലായിരുന്നെങ്കിൽ കെട്ടിന് മുന്നേ ഇവളെ ഞാൻ സ്വന്താക്കിയാനേ, കാർത്തിക് പറഞ്ഞു. ലച്ചു അത് കേട്ട് ഞെട്ടിത്തെരിച്ചുകൊണ്ട് ആനന്ദിനെ നോക്കി. ആനന്ദിന്റെ മുഖം ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകി. കാർത്തിക് പറഞ്ഞ കള്ളങ്ങൾ കേട്ട് ഞെട്ടി നിൽക്കാനും രാധികയും ഗിരിയും ലച്ചു. ഗൗരി അത് കേട്ട് ഒരു പുച്ഛച്ചിരിയോടെ നിന്നു. ആനന്ദിന് മുഖത്തെ ദേഷ്യം നിറഞ്ഞ ഭാവം കണ്ടതും ആദ്യം അവന്റെ കയ്യിൽ പിടിച്ചു. ആദിയുടെ കൈ തട്ടിയെറിഞ്ഞുകൊണ്ട് ആനന്ദ് കാർത്തികിന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. അവളുടെ ദേഹത്തോളം നിനക്കേനെ ധൈര്യം വന്നടാ. ആനന്ദ് അത്രമേൽ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് കാർത്തികിന്റെ കൈ പിടിച്ചിരിച്ചതും അവൻ അലറി വിളിച്ചു. അവന്റെ വേദനയിൽ ആനന്ദ് സന്തോഷം കൊണ്ട് ചിരിച്ചു. നീ പറഞ്ഞൊക്കെ കള്ളാണെന്ന് എനിക്കറിയാം. അവൾ എങ്ങനെയുള്ള പെണ്ണാണെന്ന് നിന്നെക്കാൾ നന്നായിട്ട് എനിക്കറിയാം. അവളുടെ ശരീരം കീഴ്പ്പെടുത്താൻ നീ ശ്രമിച്ചിരിക്കാം. എന്നാലും കളങ്കപ്പെടാത്തവളുടെ മനസ്സ് മാത്രം മതി എനിക്ക്. നീ ഇനി ജീവനോടെ പുറലോകം കാണില്ല. എണ്ണി തുടങ്ങിക്കോ നിന്റെ ദിവസങ്ങൾ. ആനന്ദ് ദേഷ്യം കൊണ്ട് വിറച്ച് അവനോട് പറഞ്ഞു. കാർത്തിക് അത് കേട്ട് അഹങ്കാരത്തോടെ ചിരിച്ചു. കാർത്തികിന്റെ കഴുത്തിൽ ആനന്ദിന്റെ കൈ വീണ്ടും മുറുക്കിയതും അവൻ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. അത് കണ്ടതും ശങ്കർ ആദ്യം വന്ന് ആനന്ദിനെ പിടിച്ചു മാറ്റാൻ നോക്കിയെങ്കിലും അവൻ അനങ്ങുന്നുണ്ടായിരുന്നില്ല. അത് കണ്ടതും ലച്ചു കരഞ്ഞുകൊണ്ട് അവന്റെ അടുത്തേക്ക് വന്നു. ഏട്ടാ പ്ലീസ് വിട്ട്. ലച്ചു അവന്റെ കയ്യിൽ പിടിച്ചതും അവനവരുടെ കൈ വാശിയോടെ തട്ടിയെറിഞ്ഞു. അത് കണ്ടതും ലച്ചു ഒരു ഞെട്ടലോടെ അവനെ നോക്കി. എടാ വിടറ എന്റെ മോനെ, ഈ നാശം പിടിച്ചവള് കാരണം എല്ലാവർക്കും സമാധാനിക്കേടാ. എന്റെ മോനെ അടിക്കാൻ നിനക്കൊക്കെ എന്താണ് അവകാശം? ഇത് ഞങ്ങളുടെ വീടാ. ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ നിനക്കൊക്കെ എന്താ അവകാശമാണ് ഉള്ളത്? ഇവളെ എങ്ങനെ നോക്കണം ഞങ്ങൾക്കറിയാം. മര്യാദക്ക് നീയൊക്കെ പോവാൻ നോക്ക്. അങ്ങനെ പോവാനായിരുന്നെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടം വരെ ഞങ്ങൾ വരില്ലായിരുന്നല്ലോ. ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എവളെയും കൊണ്ട് ഇവിടുന്ന് പോവും. എന്നാ പിന്നെ അതൊന്ന് കാണണല്ലോ. ഗൗരി അതും പറഞ്ഞ ആനന്ദിനെ നോക്കിയിട്ട് രാധികയും ഗിരിയെയും നോക്കി. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ, എനിക്ക് സംസാരിക്കണം. ഗൗരി അവരോട് പറഞ്ഞു. രാധികയും ഗിരി അനങ്ങാതെ അവിടെ തന്നെ നിന്നു. അത് കണ്ടത് അവർ വീണ്ടും വിളിച്ചു. നീ എന്തിനാ ഞങ്ങളെ വിളിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. തൽക്കാലം അത് കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. എന്നെ തട്ടിക്കൊണ്ടുപോയി എന്റെ മോളെ ഇവനെ കൊണ്ട് കെട്ടിക്കാനും ഇവിടെ ആരും മനക്കോട്ടയിട്ടണ്ട. അങ്ങനെ ഇവന് ബുദ്ധി പറഞ്ഞു കൊടുത്ത് നിങ്ങൾ രണ്ടും കൂടിയാണെന്ന് എനിക്കറിയാം. എന്റെ മോളുടെ ജീവിതത്തെക്കുറിച്ച് ചില തീരുമാനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇവളുടെ ജീവിതം ഇവനെപ്പോലെ തെമ്മാടിക്ക് മുമ്പിൽ അടിയറ വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവൻ ചാവുന്ന തന്നെയാ നല്ലത്. ഇനി എന്ത് തന്നെയായാലും എന്റെയും തീരുമാനം അത് തന്നെയാ. ഇത്രയും നാൾ നിന്നെയൊക്കെ പേടിച്ച് തന്നെയാ ജീവിച്ച്. എന്റെ മോളുടെ ജീവൻ നശിപ്പിക്കാൻ എന്ത് കാരണം തന്നെയായാലും ഞാൻ സമ്മതിക്കില്ല. ഇന്നലെ രാത്രി കൊണ്ട് എന്റെ മോൾ സഹിച്ച വേദന അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്റെ മോളെ കൊല്ലാതെ കൊന്നവനാ ഇവൻ. ഒരിക്കലും നീ രക്ഷപ്പെടില്ല, ഒരിക്കലും. രാധിക തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. അമ്മയ്ക്ക് ദേഷ്യം വാക്കുകളിൽ മാത്രമല്ലെന്നറിയാം. രണ്ട് കൊടുക്കണമെങ്കിൽ ധൈര്യമായിട്ട് കൊടുത്തു. ഇവിടെ നിൽക്കുന്ന ആരും ഒന്നും ചെയ്യില്ല. ആർക്കൊപ്പം നിൽക്കുന്ന ആൾ പറഞ്ഞു. കാർത്തിക് ഞെട്ടി രാധികയെ നോക്കി. ഗൗരിയും ശങ്കറും അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു. രാധിക അവന്റെ മുഖത്തേക്ക് നോക്കി. അണപ്പല്ലിൽ കടിച്ചു പിടിച്ച ദേഷ്യം അവന്റെ കവളിൽ മാറി മാറി അടിച്ചുകൊണ്ട് അവർ തീർത്തു. നിന്നെ പോലെ ഈ ഭൂമിയിൽ ഇല്ലാത്തതാ എന്നെ പോലെ പെൺകുട്ടികളുടെ ഓരോ അമ്മമാർക്കും സമാധാനം. നീയൊക്കെ ഭാരം ഈ ഭൂമിയിൽ. ആണും പെണ്ണും കെട്ട വർഗം. രാധിക അവന്റെ മുഖത്തേക്ക് ആർക്കി തുപ്പിക്കൊണ്ട് പറഞ്ഞു. അവൻ ദേഷ്യം കൊണ്ട് വരച്ചു. എന്റെ മോൻ അടിക്കാൻ മാത്രം നിനക്ക് ധൈര്യം ഉണ്ടോടി? ഗൗരി ദേഷ്യത്തിൽ രാധികയുടെ നേർക്ക് വന്നു. രാധിക അവിടെ കവിൾ നോക്കിയൊന്ന് കൊടുത്തു. അടികിട്ടിയതും ഗൗരി ഞെട്ടിലോടെ കവിൾ കൈവച്ചു. ഇവനെ മാത്രമല്ല, നിനക്ക് നിന്നെ കെട്ടിയോണ്ട് രണ്ടു തരാൻ എന്റെ കൈക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് മുമ്പേ ഞാൻ ഓങ്ങി വെച്ചാൽ നിനക്ക്. ഞങ്ങളോട് ദയയില്ലാത്ത ആരോടും ഇനി തിരിച്ചതുണ്ടാവില്ല. എന്റെ മോൾക്ക് നേർക്ക് ഇനി നിന്റെ സംസാരം ഉയർന്ന പിഴുതെടുക്കും ഞാൻ നിന്റെ നാവ്. നിന്നെ ജീവനായി കണ്ട മനുഷ്യനായത് നീ വേദനിപ്പിച്ച് ഇദ്ദേഹം മറന്നാലും എനിക്ക് മറക്കാനാവില്ല.
എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം, എല ഈ നിമിഷം തന്നെ. രാധിക ദേഷ്യത്തിൽ പറഞ്ഞു. ഗൗരി ശങ്കരനെ നോക്കി. ഞങ്ങളിവിടുന്ന് നോവിച്ചു വിട്ടിട്ട് ആരും സുഖമായിട്ട് ജീവിക്കാന്ന് കരുതണ്ട, വള. ഗൗരി അതും പറഞ്ഞ് കാർത്തികിനെ വിളിച്ചതും ആനന്ദം ആദ്യം അയാളത് കേട്ട് ചിരിച്ചു. ഇവൻ നിങ്ങളുടെ കൂടെയല്ല ഇനി വരുന്നത്, ദേ അവരുടെ കൂടെയാ. വീട്ടിലേക്ക് വരുന്ന പോലീസ് ജീപ്പിലേക്ക് ചൂണ്ടി ആദ്യം പറഞ്ഞു. ശങ്കറും ഗിരി അത് കണ്ട് ഞെട്ടിത്തരിച്ച് നിന്നു. പോലീസ് ജീപ്പ് വന്ന് നിന്നും അതിൽ നിന്ന് 1-2 പേര് അവരുടെ അടുത്തേക്ക് വന്നു. ആരെ ഈ കാർത്തിക്? ഇവനാ സാറേ. ആദ്യം കാർത്തികിനെ അവിടെ നേർക്കെത്തിക്കൊണ്ട് പറഞ്ഞു. പോലീസ് അവനെ മൊത്തത്തിൽ നോക്കി. അത് കണ്ടതും കാർത്തിക് വെപ്രാളത്തോടെ ആനന്ദിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയതും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളവനെ പിടിച്ച് ജീപ്പിലേക്ക് തള്ളി. ഇനി രക്ഷപ്പെടാൻ നീ കരുതണ്ട, നീ ഇനി പുറലോകം കാണുകയില്ല. കുറേയായി നീ ഞങ്ങളെ കളിപ്പിക്കാൻ തുടങ്ങിയിട്ടോ. അയ്യോ സാറേ, എന്റെ മോൻ നിരപരാധിയാ. ഇവരെല്ലാം കൂടി ഇവനെ തല്ലിച്ചാച്ച, എന്നെയും തല്ലി. അവനൊരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. ഗൗരി അവർക്ക് നേരെ കണ്ണീരൊലിപ്പിച്ച പോലീസ് അവരെ നോക്കി. പക്ഷേ ഇവനെ കണ്ടിട്ടൊരു നിരപരാധിയായിട്ട് തോന്നില്ലല്ലോ. ഒരാഴ്ച മുമ്പ് ഇവനല്ലേ ലോഡ്ജിൽ വെച്ച് പിടിച്ച്, ഇയാളല്ലേ ഇവനെ ഇറക്കിക്കൊണ്ടുവന്ന്. ശങ്കരൻ നോക്കി പോലീസ് ചോദിച്ചു. ഗൗരി അത് കേട്ട് തല താഴ്ത്തി. ഇവന്റെ സ്വഭാവം എല്ലാവർക്കും അറിയപ്പോ നാട്ടില്, അതിപ്പോ അറിയാത്തവരായിട്ട് ആരുമില്ല. അതുകൊണ്ട് കൂടുതൽ അഭിനയിച്ച് കഷ്ടപ്പെടണ്ട സർ. പ്ലീസ് ഇവനെ കൊണ്ടുപോകരുത്. എന്തു വേണമെങ്കിലും ചെയ്യാം, എന്റെ പേരിൽ കേസെടുക്കരുത്. ഇനി ഒന്നും അവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ ഞങ്ങൾ നോക്കിക്കോളാം. ശങ്കർ അയാളോട് കെഞ്ചി. തെളിവും സാക്ഷിയും സ്ട്രോങ് ആണ്, അതുകൊണ്ട് ഇവനെ രക്ഷിക്കാനാവില്ല, സോറി. അവൻ പറഞ്ഞ അയാൾ വണ്ടിയിൽ കയറി. സർ 1 മിനിറ്റ്. പെട്ടെന്ന് ഗിരി പറഞ്ഞു. എല്ലാവരും അദ്ദേഹത്തെ നോക്കി. ഗിരി കാർത്തികിന്റെ അടുത്തേക്ക് ചെന്നു. ഒരു കടം കൂടി ഇവന് കൊടുക്കാൻ ബാക്കിയുണ്ട്, അതൊന്ന് കൊടുത്തോട്ടെ. എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് കൊടുത്തോ, പിന്നീട് അവസരം കിട്ടില്ലെന്ന് വരും. അയാൾ പറഞ്ഞു. ഗിരി അവന്റെ അടുത്തേക്ക് അവന്റെ കയ്യിൽ നിന്ന് താലി പിടിച്ചു വാങ്ങിച്ചു. നിന്നെ പോലൊരുത്തിന് ഇത് കൈ കൊണ്ട് തൊടാനുള്ള യോഗ്യത പോലും ഇല്ല. അതും പറഞ്ഞ് ഗിരി അത് വാങ്ങിയതും കാർത്തിക് ദേഷ്യത്തിൽ ഗിരിയെ നോക്കി. ഗിരി ആ താലിയുമായി ആനന്ദിന്റെ അടുത്തേക്ക് വന്നു. അച്ഛനിത് ചോദിക്കാമോന്നറിയില്ല, തെറ്റാണെങ്കിൽ മോൻ ക്ഷമിക്കണം. ഒരു പെൺകുട്ടിയുടെ അച്ഛനായതുകൊണ്ട് എന്റെ മോളുടെ ജീവിതോർത്ത് ചോദിക്കുന്ന എന്റെ മോളെ നിനക്ക് രക്ഷിച്ചൂടെ? ഗിരി കൈകൂപ്പിക്കൊണ്ട് ചോദിച്ചു. എല്ലാവരും ഞെട്ടി പരസ്പരം നോക്കി. ശങ്കറും ഗൗരി അത് കേട്ട് ഞെട്ടി. അത് നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. 2 പേർക്ക് കൂടി കിടക്കാനുള്ള സ്ഥലം സ്റ്റേഷനിലുണ്ട്, കൂടെ വന്ന പോലീസ് പറഞ്ഞു. ഗൗരി അത് കേട്ട് വായടച്ചു. ഒന്നും പറയാനാവാതെ ഗൗരിയും ശങ്കറും നിന്നു. ഒരച്ഛന്റെ യാചനയാ. ഇവളോർത്തും എനിക്ക് പേടിയാ. മരിക്കും മുമ്പ് അനുയോജ്യനായ ഒരാളെ പിടിച്ചേൽപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇവൾക്ക് എന്തുകൊണ്ടും ചേരുന്നത് നീയാ. വിരോധമില്ലെങ്കിൽ ഇവന്റെ മുമ്പിൽ വെച്ച് മോനി താലി മോളുടെ കഴുത്തി കെട്ടണം, അതിവൻ കാണണം. ഗിരി ചോദിച്ചു. ആനന്ദ് ലച്ചുവിനെ നോക്കി. അവളത് കേട്ട് വേദനയോടെ അച്ഛനെ നോക്കി. ആനന്ദ് കാർത്തികിനെ നോക്കിയിട്ട് ഗിരിയെ നോക്കി. തൊഴുതുകൊണ്ട് നിൽക്കുന്ന ഗിരിയെ കണ്ടതും ആനന്ദിന്റെ ഉള്ളിൽ വേദന തോന്നി. നിങ്ങൾ യാചിച്ചുകൊണ്ടൊന്നുമില്ല ഈ താലി ഞാൻ കിട്ടുന്നത്. ഇനി ഒരുത്തിന് അവകാശം പറഞ്ഞു വരാൻ കഴിയാത്ത വിധം എന്റേത് മാത്രമാക്കാൻ വേണ്ടിയാ. ഗിരിയെ നോക്കി അത് പറഞ്ഞ് കാർത്തികിന് മുമ്പിൽ വെച്ച് തന്നെ ആനന്ദ് ആ താലി ലച്ചുവിന്റെ കഴുത്തിൽ കെട്ടിയതും അവൾ കരഞ്ഞുകൊണ്ട് കണ്ണടച്ചു. അവർ രണ്ടുപേരും പോലെ ഒരുപാട് ആഗ്രഹിച്ച നിമിഷമായിരുന്നു അത്. അതിങ്ങനെ ആയതിൽ ആനന്ദിന് വല്ലാത്ത വേദന തോന്നി. സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും സാമീപ്യമില്ലാതെ നടക്കുന്ന വിവാഹം അവനിൽ ഒരു നോവുണ്ടാക്കി. അവളുടെ ഉള്ളിൽ അവനെ കണ്ട നിമിഷം മുതലുള്ള ഓരോ ഓർമ്മകളും മനസ്സിലേക്ക് വന്നതും ആ വേദനയിലും അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു. കാർത്തിക് അവളുടെ കഴുത്തിലെ താലി കണ്ട് ഞെട്ടലോടെയും പകയോടെയും അവരെ മാറി മാറി നോക്കി. ഗൗരിയും ശങ്കറും അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു. ഇതുകൊണ്ട് ഇവളെ രക്ഷിക്കാൻ നിങ്ങൾ കരുതണ്ട, ഞാൻ വരും ഇവളെ കൊണ്ടുപോവാൻ, നീ കാത്തിരുന്നോ? അവരെ നോക്കി വീണ്ടും വെല്ലുവിളിച്ചും ഗിരി അവന്റെ കവിളിലൊന്ന് കൊടുത്തു. ഇനി അവൾ ഒരാളുടെ ഭാര്യ, നാട്ടിലുള്ള ഒരുത്തന്റെ ഭാര്യ. അതുകൊണ്ട് ഇനി നിന്നെ ഞാൻ പേടിക്കില്ല. നിന്റെ വെല്ലുവിളി എന്നോട് വേണ്ട. എന്റെ ഭാര്യയെ തൊടാൻ ഇനി നീ ജീവനോട് ഉണ്ടായിട്ട് വേണ്ടേ തേടി വരാൻ? അവന് നോക്കി സ്വകാര്യം പോലെ ആനന്ദ് പറഞ്ഞു. കാർത്തിക് അത് കേട്ട് പുച്ഛത്തോടെയും ദേഷ്യത്തോടെയും പകമുറ്റ കണ്ണുകൾ കൊണ്ട് അവരെ നോക്കി. അവന്റെ കണ്ണുകൾ അവർക്കൊപ്പം ഉണ്ടായിരുന്ന മാസ്ക് ധരിച്ച ആളിലേക്ക് നീങ്ങിയതും അയാൾ അവർക്കിടയിലൂടെ നടന്നു നീങ്ങുന്ന കണ്ടതും കാർത്തിക് അത് ആരാണെന്ന് മനസ്സിലാവാതെ അയാളെ തന്നെ നോക്കി. പോലീസ് ജീപ്പിൽ കാർത്തികിനെയും കൊണ്ടുപോകുന്ന തടയാൻ ഗൗരിയും ശങ്കറും ആവതും ശ്രമിച്ചുവെങ്കിലും ഒന്നും ചെയ്യാൻ അവർക്കായില്ല. നിന്നെ കാരണം എന്റെ മോനെ ഗതി വന്ന് നീ സന്തോഷമായിട്ട് ജീവിക്കാന്ന് കരുതണ്ട, അതിന് ഞാൻ സമ്മതിക്കില്ല. ഗൗരി അതും പറഞ്ഞ് തറയിൽ കിടന്ന കത്തിയും എടുത്ത് ലച്ചുവിന്റെ നേർക്ക് പാഞ്ഞതും ഗിരിയെ തടഞ്ഞോട് അവരെ പിടിച്ചിരുത്തി കവിളിൽ നോക്കിയൊന്ന് കൊടുത്തു. ഇത് നിന്റെ വിവരക്കേടിന് അഹങ്കാരത്തിന് ഏട്ടം തരുന്നതായിട്ട് കൂട്ടിയാൽ മതി. ഇനി എന്റെയോ എന്റെ കുടുംബത്തിന്റെയോ നിഴൽ വട്ടത്തിന് രണ്ടിനെയും കണ്ടുപോരുത്, ഗിരി ദേഷ്യത്തിൽ പറഞ്ഞു. ഗൗരി ദേഷ്യം കടിച്ച് പല്ല് കടിച്ചു പിടിച്ച് നിന്നു. അളിയാ, അങ്ങനെ അങ്ങ് ഞങ്ങളെ പുറത്താക്കാന്ന് കരുതണ്ട. എന്റെ മോനെ പോലീസ് കൊണ്ട് പിടിപ്പിച്ചെന്ന് കരുതി എന്നും അവൻ അവിടെ തന്നെ കിടക്കില്ല. അവനെ ഇറക്കാൻ എനിക്കറിയാം. പിന്നെ ഇപ്പൊ കാണിക്കുന്ന ഈ അഹങ്കാരം ആരെ കണ്ടിട്ടാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് സന്തോഷിക്കണ്ട. പലതും ആരും അറിയാതെ ഇത്രയും നാൾ കൊണ്ടുനടന്നത് ഞാനാ. ഇനി അങ്ങനെ ഞങ്ങൾ ഇന്നുണ്ടാവുമെന്ന് കരുതണ്ട. ഈ വീട്ടിലോ ഈ വീട്ടിലെ സ്വത്തിലോ ഒരു യോഗ്യതയോ അധികാരമോ ഇല്ലാത്തവരെയാ കൂടെ പിടിച്ചു നിർത്തിയിട്ടുള്ളെന്ന് ഓർത്തോ. ഇന്നല്ലെങ്കിൽ നാളെ ഇവളും നിങ്ങളെ തള്ളി പറയും, ഗൗരി പറഞ്ഞു. ലച്ചു ഒന്നും മനസ്സിലാവാൻ ഗിരിയെ നോക്കി. രാധികയുടെയും ഗിരിയുടെയും മുഖത്തെ പതർച്ച ആനന്ദ് ശ്രദ്ധിച്ചു.
അർഹത നോക്കേണ്ടതേ സ്വന്തം ബന്ധം നോക്കിയല്ല, ഉള്ളിലെ സത്യസന്ധയും സ്നേഹം കണ്ടിട്ടാ. എത്രയൊക്കെ നോവിച്ചിട്ടും സ്നേഹിക്കാൻ മാത്രം ശ്രമിച്ചവളാ എൻ്റെ മോള്. അതുകൊണ്ട് എൻ്റെ മോള് ഞങ്ങളെ തള്ളിപ്പറയില്ലെന്ന് ഓർത്ത് ആരും വേദനിക്കണ്ട. നിങ്ങളൊക്കെ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. എടി, നീ ഇവനെ കണ്ട് അഹങ്കരിക്കണ്ട. ഇവന് നിന്നെ മടുക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും ഇവന്റെ സ്നേഹം. അപ്പൊ നിന്റെ ഈ തന്തയും തള്ളയും പോലും നിന്റെ കൂടെ കാണില്ല. ആനന്ദിനെ നോക്കി ഗൗരി പറഞ്ഞു. ലച്ചു അത് കേട്ട് ആനന്ദിനെ നോക്കി. ആനന്ദ് അവളെ മൈൻഡ് ചെയ്യാതെ മുഖം തിരിച്ചു. നിങ്ങൾ കരുതിയിരുന്നോ ഞങ്ങളെ വേദനിപ്പിച്ചതിന് എണ്ണി കണക്ക് പറയും നിങ്ങൾ? സത്യങ്ങളൊക്കെ ഈ നാട്ടുകാരും അറിയും. നാണം കേട്ട് ഓടാൻ കാത്തിരുന്നോ? ഗൗരി ഒരു താക്കി ഇതുപോലെ പറഞ്ഞു. രാധിക പേടിയോടെ ഗിരിയുടെ കയ്യിൽ പിടിച്ചു. അത് കണ്ടും ഗിരി കണ്ണടച്ച് സമാധാനത്തോടെ ഇരിക്കാൻ കാണിച്ചു. ഗൗരിയും ശങ്കറും എല്ലാം എടുത്ത് പടിയിറങ്ങിയതും ലച്ചു എല്ലാവരെയും നോക്കി. അച്ഛാ, ഗൗരിയമ്മ എന്താ പറഞ്ഞ്? എന്ത് സത്യം നാട്ടുകാരറിയെന്ന് പറഞ്ഞ്? തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.